നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ ലൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഷാഡോസിൻ്റെ ഇമ്പോർട്ടൻസ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ലൈറ്റ്സ് എങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ലൈറ്റ് കൺസിഡർ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ പെയിൻറ്റിങ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഷാഡോസ് വരയ്ക്കണം, എങ്ങനെ ഹൈലൈറ്റ് വരയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മളൊരു സിമ്പിൾ പെയിൻറ്റിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൽ കൂടെയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ റെഫറൻസ് പിക്ക് ഇതാണ്. ഈ ഒരു ടൊമാറ്റോ മാത്രമാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഒരു സബ്ജക്റ്റ് മാത്രം വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഒരു എന്താ പറയുക, ഒരു റൗണ്ടാണ്, ഒരു റൗണ്ടഡ് എഡ്ജുള്ള ഓവൽ ഷേപ്പാണ് വരുന്നത്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഷേപ്പ് ആദ്യം വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സെന്ററിന് മുകളിൽ നിന്നിട്ട് വേണം നമ്മൾ ഇതിന്റെ സ്റ്റെമ്മ് കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് സോഴ്സ് വരുന്നത് ഈ ഒരു ഡയറക്ഷനിൽ നിന്നിട്ടാണ്. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ഷാഡോ ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ ടൊമാറ്റോയുടെ ഷാഡോ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ സർഫസിൽ ഫോം ചെയ്യുന്ന ഷാഡോനെ പറയുന്ന പേരാണ് ക്യാഷ് ഷാഡോ. ആൻഡ് ലൈറ്റ് നേരെ ടച്ച് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പൊ ഈ ഒരു പോർഷൻ ഒന്ന് ലൈറ്റ് കളർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുക്കാം. ആൻഡ് ഈ ഒരു പോർഷനും എന്താ പറയാ, ലൈറ്റിന്റെ നേരിട്ടുള്ള എക്സ്പോഷർ വരാത്ത ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു പോർഷനിലും ഷാഡോയിൽ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഷാഡോനെ നമ്മൾ പറയുന്ന പേരാണ് ഫോം ഷാഡോ. അതായത് സബ്ജക്റ്റിന്റെ മേലെ ഫോം ചെയ്യുന്ന ഷാഡോസിനെ നമ്മൾ ഫോം ഷാഡോ എന്ന് പറയും. ആൻഡ് സബ്ജക്റ്റ് സർഫസിൽ ഉണ്ടാക്കുന്ന ഷാഡോനെ നമ്മൾ ക്യാഷ് ഷാഡോ എന്നാണ് പറയുക. ആൻഡ് ലൈറ്റ് സോഴ്സ് ഈ ഒരു മോളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെംസിന്റെ ലൈറ്റ് എല്ലാം ഷാഡോസ് എല്ലാം ടൊമാറ്റോയുടെ മേലെ ഫോം ആവും. അപ്പം നമുക്ക് ഇത്തരം 3 ഷാഡോസ് ആണ് ഞാൻ ഇതിൽ പെയിന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും ഷാഡോസിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ഹൈലൈറ്റ് വരുന്നത് ലൈറ്റ് എവിടേക്കാണോ നേരെ ടച്ച് ചെയ്യുന്നത് ആ ഒരു പോർഷനിലായിരിക്കും ഹൈലൈറ്റ് വരുന്നത്. അതായത് ആ ഭാഗം കുറച്ച് ലൈറ്റ് ആയിട്ട് പെയിന്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഈ ഒരു പിക്ചറിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നു ആൻഡ് റൈറ്റ് സൈഡിൽ മൊത്തം ഷാഡോസ് വരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി കളേഴ്സ് നോക്കാം. ഞാനിപ്പം ഈ പെയിന്റിങ്ങിൽ യൂസ് ചെയ്യാൻ പോകുന്നത് റെഡ്, ഓറഞ്ച് ആൻഡ് ഗ്രീൻ, ഈ 3 പിഗ്മെന്റിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഞാൻ ഈ ഒരു പെയിന്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വാട്ടർ കളേഴ്സിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റെഡ്, ഓറഞ്ച് ആൻഡ് ഗ്രീൻസ് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിനി പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇതിന്റെ ഫസ്റ്റ് ലെയർ പെയിന്റ് ചെയ്ത ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി. ഞാൻ ഒരുപാട് നോക്കി, എനിക്കത് കിട്ടുന്നില്ല. പക്ഷെ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ലൈറ്റിന്റെ എക്സ്പോഷർ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ആൻഡ് ഷാഡോസ് ഫോം ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഞാൻ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഓറഞ്ച് പെയിന്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ റെഡ് ആണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ലൈറ്റ് എക്സ്പോഷർ ഉള്ള പോർഷനിൽ ലൈറ്റ് കളറും ആൻഡ് ഷാഡോ പോർഷനിൽ ഞാൻ ഡാർക്ക് കളറും, അതായത് ഞാനിവിടെ ഡാർക്ക് കളറായിട്ട് എടുത്തിരിക്കുന്നത് റെഡ് ആണ്. അപ്പം അങ്ങനെയാണ് ഞാനിതിൽ ഫസ്റ്റ് ലെയർ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ പെയിന്റ് ചെയ്താൽ മതി. ആൻഡ് ഹൈലൈറ്റിന്റെ പോർഷനിൽ മാത്രം ഞാൻ പെയിന്റ് യൂസ് ചെയ്തിട്ടില്ല, അതിവിടെ ക്ലിയർ ആണ്. അപ്പം ആ ഒരു പോർഷൻ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ പെയിന്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ സെക്കൻഡ് വാഷാണ്. സെക്കൻഡ് വാഷിൽ ഞാൻ നല്ലോണം പിഗ്മെന്റ്സ് എടുക്കുന്നുണ്ട്. ആൻഡ് സെയിം പ്രോസസ്സ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ റെഡ് കളറും ലെഫ്റ്റ് സൈഡിൽ ഓറഞ്ച് പിഗ്മെന്റും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റെംസിന്റെ ഇടയിലെല്ലാം പെയിന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും പ്രോസസ്സ്. ആൻഡ് റൈറ്റ് സൈഡിൽ നല്ല റെഡ് പിഗ്മെന്റ് കൊടുക്കുക, ലെഫ്റ്റ് സൈഡിൽ നല്ല ഓറഞ്ച് പിഗ്മെന്റ് കൊടുക്കാം. വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വേറെ കളേഴ്സിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യണ്ട. ഈ 2 കളേഴ്സ് മാത്രം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു ഹൈലൈറ്റിന്റെ പോർഷനിൽ കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് കളേഴ്സ് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ഹൈലൈറ്റിന്റെ പോർഷൻ എപ്പോഴും നമുക്കൊരു ലൈറ്റ് കളറിൽ നിൽക്കണം. വൈറ്റ് കളർ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. വൈറ്റ് കളർ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. അതിൽ ഇന്ന പോലെ റൂൾസ് കാര്യങ്ങളൊന്നുമില്ല.
ഞാൻ ചെറുതായിട്ടൊരു ചെറിയ ഒരു റെഡ് ആൻഡ് ഓറഞ്ചിൻ്റെ ചെറിയൊരു ഷെയ്ഡ് അവിടെ വരാനായിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ജസ്റ്റ് വാട്ടർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ബ്ലെൻഡിങ് പ്രോസസ്സിൽ തന്നെ നമുക്ക് ആ ഒരു കളർ അതിൽ കിട്ടും. പിന്നെ അത്യാവശ്യം കളർ കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ഷാഡോ ഫോം ചെയ്യുന്നതിൻ്റെ കാര്യം നോക്കാം. അപ്പം ഞാനിവിടെ ഷാഡോ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അൾട്രാമറൈൻ ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോം ഷാഡോ പെയിൻറ്റ് ചെയ്യാം. അപ്പം ആ ഒരു പോർഷനിലുള്ള പിഗ്മെൻറ്റ് റെഡ് ആണ്. അപ്പം ഞാനിവിടെ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാമറൈൻ ബ്ലൂവും ഈ ഒരു റെഡ് പിഗ്മെൻറ്റും കൂടി ജസ്റ്റ് മിക്സ് ചെയ്യും. എന്നിട്ട് ആ ഒരു പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ ഷാഡോ പോർഷൻ പെയിൻറ്റ് ചെയ്യുക ആൻഡ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെംസ് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ അൾട്രാമറൈൻ ബ്ലൂവും മിഡിൽ ഗ്രീനും ആണ് യൂസ് ചെയ്യുന്നത്. അൾട്രാമറൈൻ ബ്ലൂ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെംസിൽ ഷാഡോ പോർഷൻസ് വരുന്നുണ്ട്. അപ്പം അവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ അൾട്രാമറൈൻ ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും മിക്സാണ് ഞാൻ യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഉള്ളത് നിങ്ങൾക്ക് ആ ഗ്രീൻ യൂസ് ചെയ്യാം സ്റ്റെംസ് ഒക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെറിയ ബ്രഷ് എടുക്കുക, ഡീറ്റെയിലിംഗ് ബ്രഷ് എടുക്കുക. ഡീറ്റെയിലിംഗ് ബ്രഷ് ആയിരിക്കും ഇത്തരം നാരോ പോർഷൻസ് ഒക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഫസ്റ്റ് വാഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് സോഴ്സ് വരുന്നത്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ആ ഷാഡോ പോർഷൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റെംസും ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. നമുക്കിവിടെ ഫുള്ളായിട്ട് ഗ്രീൻ പെയിൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പം ഇവിടെ കുറച്ച് കളർ ബ്ലീഡ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു എറർ കറക്റ്റായിട്ട് പോയിക്കോളും. അത് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ കളറ് മറ്റു കളറിലേക്ക് ബ്ലീഡായിട്ട് ഭയങ്കര ബോറായിരിക്കും നമ്മുടെ പെയിൻറ്റിങ്സ് വരുന്നത്. അപ്പോൾ എപ്പോഴും കയ്യിലൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു തുണിയോ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലത്തെ ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് ഗ്രീൻ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ പെയിൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നടുവിലത്തെ ആ സ്റ്റെമ്മിൽ സെൻറ്റർ പോർഷനിൽ നമുക്ക് കുറച്ച് കളർ ലിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ പ്യുവർ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് കളർ ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. നന്നായിട്ട് ആ സെൻറ്റർ പോർഷനിലെ കളേഴ്സ് നന്നായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ അൾട്രാമറൈൻ ബ്ലൂ ആൻഡ് ഗ്രീൻ മിക്സ്ചർ വെച്ചിട്ടുള്ള പെയിൻറ്റ് ചെയ്യാം. ആൻഡ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത്ര ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു സെൻറ്ററിൽ സ്റ്റെമ്മിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റെംസിനെല്ലാം ഇതേപോലെ ഒരു സൈഡിൽ മാത്രം നമുക്ക് ഇതുപോലെ എന്താ പറയുക ഷെയ്ഡ്സ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെംസിനെല്ലാം വേറൊരു ഡയമെൻഷൻ കിട്ടും, കുറച്ചുകൂടി ഡെപ്ത് കിട്ടും, കുറച്ചുകൂടി ഒറിജിനാലിറ്റി വരും. അതിനാണ് നമ്മൾ എപ്പോഴും എന്താ പറയുക ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ എപ്പോഴും ഒരു റെഫറൻസ് പിക്ക് യൂസ് ചെയ്തിട്ട് അതിലെങ്ങനെയാണോ ഷാഡോസ് ഫോം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കി പെയിൻറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടാം എങ്ങനെ വേണം ഷാഡോസ് പെയിൻറ്റ് ചെയ്യാന്നുള്ളതെന്ന്. ഇനി നമുക്ക് ഈ സ്റ്റെംസിൻ്റെ ഷാഡോസ് ഫോം ചെയ്യുന്നതൊന്ന് വരയ്ക്കാനുണ്ട്. അപ്പം ഇതിലെങ്ങനെയാണ് വരയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റെംസിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം ഈ ഷാഡോസ് വരച്ചു കൊടുക്കാനായിട്ട്. ബിക്കോസ് ലൈറ്റ് സോഴ്സ് നമുക്ക് കുറച്ച് ടോപ്പിൽ നിന്ന് വരുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് വേണം, ഓരോ സ്റ്റെമ്മിൻ്റെ താഴെയായിട്ട് വേണം ഷാഡോസ് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഷാഡോസ് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അൾട്രാമറൈൻ ബ്ലൂവും റെഡിൻ്റെയും മിക്സ്ചറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷാഡോ ആണ് ഞാൻ ഈ സ്റ്റെംസിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് അത് സബ്ജക്റ്റിൻ്റെ മേലെ ഫോം ചെയ്യുന്നതാണ്. ആൻഡ് അത് നമുക്ക് ഒരുപാട് ഭയങ്കര എന്താ പറയുക ഡാർക്കായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുത്താൽ മതിയാവും. ആൻഡ് ഇവിടെ ഷാഡോസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു ലെങ്ത് അനുസരിച്ചിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സർഫസിൽ ഫോം ചെയ്യുന്ന ഷാഡോ കൂടെ പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സെയിം മിക്സ്ചർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
റെഡിൻ്റെയും അൾട്രാമറൈൻ ബ്ലൂവിൻ്റെയും മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷാഡോ പോർഷനിൽ ആദ്യം തന്നെ ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് താഴെ എന്താ പറയുക, ടച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ നല്ല ഡാർക്കായിട്ട് പെയിൻറ് ചെയ്തിട്ട് ബാക്കി പുറമേയുള്ള ഭാഗത്തേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ക്യാഷ് ഷാഡോ പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഓൾമോസ്റ്റ് ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ ക്യാഷ് ഷാഡോ വരുന്നത്. ആ ഒരു എഡ്ജസ് എല്ലാം നന്നായിട്ട് സോഫ്റ്റൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് സോഴ്സിനെ പറ്റിയും ലൈറ്റ് സോഴ്സ് വരുമ്പോൾ നമ്മൾ ഷാഡോസ് എങ്ങനെ പെയിൻറ് ചെയ്യുന്നതിനെ പറ്റിയും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് എല്ലാവരും ഈ പെയിൻറ്റിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാം. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം.